ഹലോ, ഞാൻ സുനി സജീവ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. യേശു എന്ന് പറഞ്ഞ വചനാട്ടോ, ദൈവത്തിൻ്റെ വാമൊഴിയാ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് മകൻ മുഖാന്തരം നമ്മളെ അറിയിച്ച കൽപ്പനകളാണ് ഈ വചനം. അതാണ് യേശു. അല്ലാണ്ട് ആ രൂപത്തിന് ഓർത്തുകൊണ്ടിരിക്കുന്ന കൽപ്പന പാലിക്കുക എന്നുള്ളത് ദൈവമക്കളായ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹമാണ്. അപ്പോൾ അത് നമുക്ക് പാലിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നമുക്ക് കൂടെയുണ്ട്. അങ്ങനെ നമ്മൾ ദൈവമക്കളാണ്. ആ യേശുബ്രാൻ്റെ കൃപയാൽ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ. മോഹന ഇന്ന് കുറേ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് ചോദിക്കാം. മോഹന ഇന്നത്തെ കളക്ഷൻ എന്നാക്കിയാ? ഇന്ന് ബോംബെ ചെയിനാണ്. 3 ഗ്രാം മുതലുള്ള അരഞ്ഞാണം ബോംബെ ചെയിൻ. ഇത് 4 ഗ്രാമിന്റെ മുത്തരഞ്ഞാണാണ്. 4 ഗ്രാം, 6 ഗ്രാം, 8 ഗ്രാം, അങ്ങനെ പല തൂക്കത്തിലുള്ളുണ്ട്. ഇത് 6 ഗ്രാമിന്റെ സച്ചിൻ ഗാംഗുലി ചെയിനാണ്. മോഹൻ എല്ലാത്തിനും പേരറിയാട്ടോ. ഇത് ബോംബെ ചെയിൻ്റെ അരഞ്ഞാണ്, 6 ഗ്രാമിന്റെ ആണ്. ഇത് 8 കണ്ണി ചെയിൻ എന്ന് പറയും, ചില സ്ഥലത്ത് ഇതിനെ പഴുതാര ചെയിൻ എന്ന് പറയും. ഇത് 6 ഗ്രാമിന്റെ ആണ്. പിന്നെ ഇത് ഗോൾഡ് ഫിംഗറിന്റെ പരസ്പരം ചെയിനാണ്. ഒരു റോഡിയം പോളിഷിംഗ് ഇല്ലാത്ത മൊത്തം ഗോൾഡിന്റെ മുത്താണിത്. റോഡിയം പോളിഷ് ഉള്ളത് നമുക്ക് ഇരിപ്പുണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. ഇത് റോഡിയം പോളിഷ് ഇല്ലാത്ത കസ്റ്റമർ ചോദിച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചു കൊണ്ടുവന്നാണിത്. പിന്നെ ഇത് 4 ഗ്രാം മുതൽ 6 ഗ്രാം വരെയുള്ള പടിച്ചെയിനാണ്. ഇത് മാലകളല്ലേ? ഇത് അറിഞ്ഞാണല്ലോ. ഇത് മാലകളാണ്. ഇത് മാലയല്ലേ? ഇത് മുതൽ മാലകളാണ്. ഇത് 4 ഗ്രാമിന്റെ ബോക്സ് ചെയിൻ, ഏറ്റവും കുറഞ്ഞ ഇതാണ്. പിന്നെ 4 ഗ്രാമിൽ പൊലിമയും ബോക്സ് ചെയിനും ഭയങ്കര ഡിമാൻഡാ അല്ലേ? ഇത് ഭയങ്കര ഡിമാൻഡാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഗോൾഡ് ഫിംഗറും ഉണ്ട്. ഇതിനും ഭയങ്കര ഡിമാൻഡാ അല്ലേ? 3 ചെയിനുമാണ് നമുക്ക് ലാസ്റ്റിംഗ്. പിന്നെ ഇത് പൊലിമയുള്ളവർക്കുള്ള മാലയാണ്, മുത്ത് വെച്ചിട്ടുള്ളത്. മണിമാല എന്ന് പറയും അതിന്. മണിമാലയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പണിയുണ്ട്, ബോക്സ് ചെയിന്റെ പണിയുണ്ട് അല്ലേ? ബോക്സ് ചെയിന്റെ ഇത് എന്തോരം ഉണ്ട്? ഇത് 4 ഗ്രാം, 4 ഗ്രാമേ ഉള്ളൂ അല്ലേ? അരപ്പവൻ. ഓ, അത് കണ്ടാ നല്ല ശരിക്കും ഒരു മോഡലാണ്. ഇതെല്ലാം 4 ഗ്രാം ആണോ? 4 ഗ്രാം. ഇതൊക്കെ 4 ഗ്രാം. ഇതൊക്കെ 6, അങ്ങനെ പല തൂക്കത്തിലുള്ള. ഇത് പിന്നെ കയറി എന്ന് പറയും, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ചെയിനാണ്. 1 പവനില് മാക്സിമം 1 പവനിൽ തീർത്തേക്കുന്നതാണ്. 1 പവനില് കയറിയാലൊന്നും പൊട്ടത്തില്ല. ഓ, പിള്ളേരാകുമ്പോ കടിക്കലൊക്കെ ഉണ്ട്. കടിക്കുമ്പോ പൊട്ടാത്ത രീതിയിലുള്ള 1 പവനിൽ വരുന്നതാണത്. ഇതും അതുപോലെ തന്നെ ബോക്സ് ചെയിനും അതിന്റെ തന്നെ തൂക്കം കുറഞ്ഞ മോഡലുകളാണിത്. ഇത് 6 ഗ്രാമിന്റെ ബോളൂർ ചെയിൻ എന്ന് പറയും. നല്ല കംപ്ലൈന്റ് വരത്തില്ല. 4 സൈഡിൽ നിന്ന് പിടുത്തമുണ്ട് ഇതിന്. ഇപ്പൊ ഈ 916 ലൈറ്റ് വെയിറ്റ് എടുക്കുമ്പോ കംപ്ലൈന്റ് വരാത്ത നോക്കി എടുക്കണം അല്ലേ? ആ പണികൾ നോക്കി എടുക്കണം അല്ലേ? അതെല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ. മുതലുള്ളതാണ്. ഇതിപ്പോ 1 പവന്റെ ആണ്. 1/2 പവൻ മുതൽ ഈ ചെയിൻ നമുക്ക് അലൗഡ് ആണ്. അതെ അല്ലേ? ഇതിന്റെയൊക്കെ 4 ഗ്രാം 3 ഗ്രാം മുതലുള്ള എല്ലാം നമുക്ക് ചെയിൻ ഉണ്ടല്ലേ? ഓർഡർ കൊടുത്തേക്കുന്നേ ഉള്ളൂ, വന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ എത്ര ഇത് ബോക്സ് ചെയിനൊക്കെ 3 ഗ്രാം മുതൽ നമുക്കുണ്ട്. അതിൽ ലൈറ്റ് വെയിറ്റ് കിട്ടും. 916 അല്ല, 2 ഗ്രാമിന്റെ ഒക്കെ 18 അല്ലേ? 2 ഗ്രാമിന്റെ ഒക്കെ 18 എടുക്കണൊക്കെ ആയിരിക്കും നല്ല. 916 ഒത്തിരി ലൈറ്റ് വെയിറ്റ്. കാര്യം ഇങ്ങനെ നമുക്ക് വീഡിയോ ഇടാനും ഒക്കെ രസമാണ്. നമുക്ക് യൂസ് ചെയ്യാൻ, പ്രസന്റ് കൊടുക്കാൻ കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി വെയിറ്റ് 18 ഒക്കെ ആകുമ്പോൾ ഇച്ചിരി ബലം കൂടുതൽ കിട്ടും. ഇതൊന്നും കുഴപ്പമില്ലോ, ഈ പണികളൊന്നും കുഴപ്പമില്ലോ. ഈ പണികളൊക്കെ നമ്മള് കസ്റ്റമർ ചോദിച്ചിട്ട് നമുക്കടെ തീർന്ന കാരണം ഈ പണികളെല്ലാം നമ്മൾ ഓർഡർ ചെയ്തേക്കണേ കേട്ടോ. നമുക്കിതൊക്കെ ഭയങ്കരമായിട്ട് ബോണ്ടല്ലേ, ബോസ് ചെയിനും ഇതൊക്കെ. ഇതല്ല ഈ പണികൾ പഠിച്ചേ. 2 രീതിയിലും പറയുന്നുണ്ട് ഈ ചെയിന്. ഈ ചെയിന് എനിക്കും ഇവിടെ ഞാൻ നോക്കിയിരിക്കുമ്പോ എപ്പോഴും എടുക്കാം, ആൾക്കാരെടുക്കണ കാണാറുണ്ട്. ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്ന ചെയിനല്ല. അത് നൈസുവാ, നല്ലൊരു ലോക്കറ്റ് ഒക്കെ മേടിച്ചിട്ട്. വെയിറ്റും കുറവാ അല്ലേ? 1/2 പവനിൽ മുതൽ നമുക്ക് അലൗഡാണ്. അതെ അല്ലേ? അത് നല്ലതാട്ടോ, നല്ലതാ. ഇങ്ങനെ കഴുത്തേലിട്ടാലും ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആണ് താനും. നല്ല രസമുള്ളൊരു ഇത് ബോസ് ചെയിനും. ഇതും ഈ ലൈറ്റ് വെയിറ്റ് വേണ്ടവർക്ക് ഭയങ്കര, വലിയവർക്കും അത്യാവശ്യം ഉപയോഗിക്കാം, ഷോർട്ടായിട്ട് ഉപയോഗിക്കാം, വലിയവർക്കൊക്കെ ഇടാം. ഒരു പെൻഡന്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല. അതെ പെൻഡന്റ് കൂടെ കൂട്ടിയിടുമ്പോൾ നല്ല സൂപ്പറാ. അപ്പൊ ഇങ്ങനത്തെ ഒത്തിരി കളക്ഷൻ വന്നിട്ടുണ്ട്. മോഹനാങ്കി ഇതിന്റെ പേര് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം കേട്ടോ, പേരറിയാം. മോഹന് അത്യാവശ്യം പണികളെല്ലാം അറിയാവുന്ന ആളാട്ടോ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, മോഹനോട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന്. ഇവിടെ ഇവർക്കൊക്കെ എല്ലാം ഭയങ്കര എക്സ്പീരിയൻസ് വർഷങ്ങളായിട്ട്. മോഹൻ എത്ര വർഷത്തിലുണ്ട്? 30?
ഉള്ള അല്ലേ ഒരു കുടുംബമായിട്ടുള്ള 30 വർഷത്തിൽ കൂടുതലുണ്ടല്ലേ പ്രായം എത്ര വർഷത്തെ പറയില്ല പ്രായം കണക്ക് കൂട്ടൂല. അത് കാരണം ഇപ്പോൾ കൊച്ചിലെ മുതൽ ഒരു കുടുംബമായിട്ട് ഇങ്ങനെ സ്വർണ്ണപ്പണിയിലുള്ള അത് കാരണം മോഹനാണ് ഇവിടുത്തെ ഓർഡർ കൊടുക്കലും ഇങ്ങനത്തെ പേരും ഇതും വെയിറ്റും ഇങ്ങനത്തെ മൊത്തം എല്ലാവർക്കും അറിയാം കേട്ടോ. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാൻ പാടത്ത് ഞാൻ മാത്രമേ ഞാനൊക്കെ പഠിച്ചു ഞാൻ മിടുക്കിയായി എല്ലാവരും ഞെട്ടിപ്പോയി. ഞാനിപ്പോൾ സ്വർണ്ണ പണി അറിയാൻ പാടത്ത് എനിക്കിപ്പോൾ എല്ലാത്തിൻ്റെ പേരാണ് ഇനി ഓരോ സച്ചിൻ ചെയിനൊക്കെ പഠിച്ചിട്ടുണ്ട്, കുറേ പേരുകൂടെ പഠിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. നിങ്ങൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പിന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. എന്ത് വെയിറ്റിൻ്റെ എന്ത് വളകളൊക്കെ പല വലുപ്പത്തിലും ചിലരുടെ കൈ തീരെ ചെറുത് ചിലരുടെ വലിയ കൈ എല്ലാം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങനത്തെ ഓർഡറൊക്കെ എടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ സ്കീം അത് അതിമനോഹരമായിട്ട് നമ്മൾ തന്നെ രൂപകൽപ്പന ചെയ്ത സ്കീമാട്ടോ. കാരണം ഞാനും പല കടയിലും സ്കീം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയാട്ടോ. പിന്നെ ഒരു കാലത്ത് ഞാൻ എപ്പോഴും സ്വർണ്ണം മേടിക്കുമായിരുന്നു. പിന്നെ വില കയറിയപ്പോൾ ഞാൻ കുറയാൻ നോക്കിയിരുന്നു. പിന്നെ ഈ സ്കീമിൽ കൂടെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ നമ്മളെ നിർബന്ധിച്ച് കൂട്ടൂലേ. അപ്പം ഞാൻ അങ്ങനെ കൂടി. പക്ഷെ നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കിട്ടാൻ ഭയങ്കര പാട്. എനിക്കാണെങ്കിൽ കേരളമായിട്ട് ഇങ്ങനെ ഇച്ചിരി കേരളമായിട്ടല്ല, എനിക്ക് ഇച്ചിരി ഇങ്ങനെ ഫാഷനുള്ളതിനോട് ഇച്ചിരി ഭ്രമ. അപ്പം അങ്ങനെയൊക്കെ എടുക്കാൻ പാട്. അപ്പം നമ്മൾ ഏത് ഐറ്റം വേണേലും നമ്മുടെ കടയിലെ 18 മുതൽ ഡയമണ്ട് മുതൽ ഏത് ഐറ്റം വേണേലും എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ സ്കീം അറേഞ്ച് ചെയ്തേക്കണേ. അത് ഭയങ്കര ബെനിഫിറ്റോടുകൂടി ഇങ്ങനെ നമുക്ക് ആകെ കിട്ടണത് മേക്കിംഗ് ചാർജാണ്. അതിൽ ഭയങ്കര ബെനിഫിറ്റോടുകൂടി ചെയ്തിട്ടുണ്ട്. കേരള ഐറ്റം ഉണ്ട് കേട്ടോ. ഇതൊക്കെ കേരള ഐറ്റത്തിൻ്റെയൊക്കെ സൂപ്പർ മാലകളല്ലേ, നല്ല സൂപ്പർ കളക്ഷൻ. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് വെയിറ്റിൻ്റെ ഇതൊക്കെ പോകില്ല. ഈ ലൈറ്റ് വെയിറ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഒത്തിരി വെയിറ്റ് കുറഞ്ഞാൽ കംപ്ലൈൻറ്റ് വരും അല്ലേ. തീരെ വെയിറ്റ് കുറഞ്ഞ 916 നമ്മൾ തീരെ വെയിറ്റ് 1 ഗ്രാമിൻ്റെ ഒക്കെ 916 എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ എന്നാൽ പിന്നെ നമ്മൾ 18 എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ എൻ്റെ കഴുത്തേലൊക്കെ 2 ഗ്രാമിൻ്റെയാണ്. അത് എത്ര കാലമായിട്ടും നിങ്ങളോർക്കും വേറെ മാറിയിട്ടില്ല. അടുത്തത് ബോള് പോലത്തെ ഓർക്കും ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് പഴയ മാലയൊക്കെ ഇട്ടിട്ടേ കഴുത്ത് കുടുങ്ങിയിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരെണ്ണം മാറിയിട്ട് അപ്പോൾ എനിക്ക് വണ്ണം വെച്ചിട്ടായിരിക്കും. അപ്പം ഞാൻ അത് ഊരി വെച്ചു. ഇപ്പം ഇതിട്ടിട്ട് എനിക്കിപ്പോൾ വേറെ ഒന്നും ഇടാൻ പറ്റില്ല. ഇനി എനിക്ക് ബോൾ ഇട്ടപ്പോൾ നല്ലതാണെന്ന് ഇവരെല്ലാവരും പറഞ്ഞു. അപ്പോൾ ആ സൈസ് ഒരു ഒരെണ്ണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഇങ്ങനെ പിന്നെ നമുക്ക് ഓൺലൈനുണ്ട്. 2 എൻക്വയറി നമ്പറുണ്ട്. അതിൽ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾ ഇവിടെ വന്നെടുത്താലും ഓൺലൈനിലെടുത്താലും ഡിസ്കൗണ്ടൊക്കെ സെയിം ആട്ടോ. കാരണം എപ്പോഴും ഞാനിവിടെ കാണില്ല. അത് എല്ലാം മാനേജ്മെൻറ്റ് എല്ലാം പറഞ്ഞ് എല്ലാം ഏർപ്പാടാക്കി വെച്ചേക്കണേ. പിന്നെ എന്താ അപ്പോൾ സൺഡേ കട ഓപ്പൺ ആയിരിക്കും. ഇച്ചിരി ലേറ്റ് ആയിട്ടായിരിക്കും തുറക്കണേ. പ്രയറിനൊക്കെ പോകാനുള്ളവർക്കൊക്കെ പ്രോയിട്ട് വന്നിട്ട് 11 മണിയാകുമ്പോൾ തുറക്കും. പിന്നെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പിന്നെ ഗീവവേ അയ്യോ അത് പറയാൻ മറന്നു. അത് ആദ്യം എല്ലാ വീഡിയോയിലും പറയണം. അപ്പറേ അതെ വെഡിങ് കളക്ഷനിലും അതെ അവസാനം ഞങ്ങൾ പറയണേ. നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് മൂന്നിലും സബ്സ്ക്രൈബ് ചെയ്യാൻ 3 എടുക്കും കേട്ടോ. എന്നിട്ട് ഞറക്കെടുക്കണേ. ഡയമണ്ട് റിംഗ് ആട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം. ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഫോളോ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നിട്ട് ഡയമണ്ട് റിംഗ് ആട്ടോ. അതുകൂടാണ്ട് നമ്മുടെ കടയിൽ വരുന്നവരിൽ നിന്ന് ഞറക്കെടുക്കണ്ട്, അവർക്കും ഉണ്ട് ഒരു ഡയമണ്ട് റിംഗ്. അപ്പോൾ ഡയമണ്ട് റിംഗ് ന്യൂ ഇയറിന് ജനുവരി 2 നമ്മൾ ആർക്കാ കിട്ടണമെന്ന് പറയും. അതിനും അപ്പോൾ 2 ഡയമണ്ട് റിംഗ് അത് ഓർത്തോളണം. 2 ഒരാൾക്കല്ല. അപ്പോൾ നിങ്ങൾ ആകെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും ഇങ്ങനെ കൈകൊണ്ട് കുത്തി ഒന്ന് ഷെയർ ചെയ്യണ കാര്യമുള്ളൂ. അപ്പോൾ ഭാഗ്യശാലി ആരാന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ എപ്പോഴും ഓർത്തോ. അപ്പോൾ ഈ തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക എല്ലാവരും ഈശ്വരൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.